ഈ ഇസ്ലാഹിൽ വന്നൊരു ലേഖനം എടുത്ത് അടർത്തിയെടുത്തിട്ട് ജിന്നിനോട് സഹായം തേടാമെന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന് ഇവർ പ്രചരിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായി ഇസ്ലാഹ് മറുപടി പറഞ്ഞു. ഇല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കണമെന്ന് 2008 ജനുവരിയിൽ കൃത്യമായി പറഞ്ഞിട്ടും 2009 ഇപ്പോൾ 2010 അടക്കം പച്ചക്കള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവർ വലിച്ചു നീട്ടിക്കൊണ്ട് നടന്നു. ദുർപ്രചരണം നടത്തി, കള്ളപ്രചരണം നടത്തി. അവസാനം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വിഷയത്തിന് മറുപടി പറഞ്ഞു. എന്താണ് ഒരു ഹദീസ്? ആ ഹദീസിൽ വിജനപ്രദേശത്ത് ഒരാൾ അകപ്പെട്ടുപോയി. അയാൾ വഴിയറിയാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയാൻ നിർദ്ദേശിച്ച ഹദീസ്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയാൻ നിർദ്ദേശിച്ച ഹദീസ്. ആ ഹദീസ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന തത്വത്തെ എതിർക്കുവാൻ വേണ്ടി ഈ തൗഹീദി രംഗത്ത് എക്കാലഘട്ടത്തിലും ശത്രുക്കളായി നിലകൊണ്ട യാഥാസ്ഥിക വിഭാഗം അവരുടെ വിദണ്ഡവാദങ്ങൾക്ക് തെളിവായി ഉദ്ധരിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നലെയല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ കൃത്യമായി ആവർത്തിച്ച് മറുപടി പറയുന്ന കാര്യമാണ്. ഇന്നലെയല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ കൃത്യമായി ആവർത്തിച്ച് മറുപടി പറയുന്ന കാര്യമാണ്. ഇന്നലെയല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ കൃത്യമായി ആവർത്തിച്ച് മറുപടി പറയുന്ന കാര്യമാണ്. ആ മറുപടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ തൂലികയായി നിലകൊള്ളുന്ന ഇസ്ലാഹ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ തൂലികയായി നിലകൊള്ളുന്ന ഇസ്ലാഹ്, ആ ഇസ്ലാഹിലും അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം വന്നപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ വടവൂരികൾ അവർ വളരെ വ്യക്തമായി അത് ചൂഷണം ചെയ്തുകൊണ്ട് അതിന്റെ ഒരു വാചകം എടുത്ത് അടർത്തിയിട്ട് സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇതിനു മുമ്പും ആ വിഷയത്തിൽ നൽകിയ മറുപടികൾ അതും ചെറിയ മുണ്ടമടക്കമുള്ള ആളുകൾ പറഞ്ഞ മറുപടികൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ നമുക്കറിയാം, ഇതിനു മുമ്പ് ഒരുപാട് സീഡികൾ ഇറങ്ങുകയും ആ സീഡികളിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്ത വിഷയമാണ്.